കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധം ശക്തമാക്കി കത്തോലിക്കാ സഭ. തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്ക് കത്തോലിക്കാ സഭയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. നീതി ലഭിച്ച ശേഷം ചായകുടിയാകാം എന്നാണ് ബിജെപിക്ക് KCBCയുടെ മുന്നറിയിപ്പ്. വിഷയത്തിൽ പാർലമെന്റിനകത്തും പുറത്തും കേരളത്തിൽ നിന്നുള്ള എംപിമാർ പ്രതിഷേധം ഉയർത്തി. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. BJPയിലാകട്ടെ വ്യത്യസ്ത നിലപാടുകളും. ഈ സാഹചര്യത്തിലാണ് കത്തോലിക്ക സഭാ നേതൃത്വം നിലപാട് കടുപ്പിക്കുന്നത്. കന്യാസ്ത്രീകളുടെ മേൽ ആരോപിക്കപ്പെട്ടത് ശരിയല്ല, അത് സത്യമല്ല എന്ന് ഇവിടുത്തെ BJPയുടെ പ്രസിഡന്റ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ നമുക്കെന്ത് പറയാൻ? എങ്കിൽ പിന്നെ എന്തിനാ കൽത്തൂർ വിട്ടയച്ചാൽ പോലെ? ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോകരുത്. ഇതെല്ലാം കണ്ട് ഭയപ്പെട്ട് ഭാരതത്തിലെ ക്രിസ്ത്യാനികൾ സുവിശേഷം മടക്കി വയ്ക്കുമെന്ന്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് രാജ്ഭവനിലേക്ക് കാത്തലിക് ഫോറത്തിന്റെ നേതൃത്വത്തിൽ വാമൂടിക്കെട്ടി പ്രതിഷേധ റാലി നടത്തി. കോട്ടയം തിരുനക്കര മൈതാനത്ത് വൈദികരും കന്യാസ്ത്രീകളും പ്രതിഷേധമുയർത്തി. ഛത്തീസ്ഗഡിലെ 2 സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്ത് ഇരുമ്പഴിക്ക് പുറത്തിറങ്ങാൻ സാധിക്കാത്ത വിധമുള്ള വകുപ്പുകളെല്ലാം കൂട്ടിച്ചേർത്ത് ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധിയെ ഇരുമ്പഴിയുടെ ഉള്ളിൽ അടച്ചുപൂട്ടാൻ പരിശ്രമിക്കുന്ന വ്യക്തികള്, പ്രസ്ഥാനങ്ങൾ ആരായിരുന്നാലും അവരെയെല്ലാം വെല്ലുന്ന ഒരു സംസ്കാരത്തിന്റെ ഉടമയാണ് ഭാരതമെന്ന് ഉറക്കെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രാജ്ഭവനിലേക്ക് KPCCയുടെ നേതൃത്വത്തിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. വിഷയത്തിൽ പാർലമെന്റിന് മുന്നിൽ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ UDF എംപിമാർ പ്രതിഷേധിച്ചു. കേരളത്തിൽ നിന്നുള്ള UDF LDF എംപിമാർ വിഷയം പാർലമെന്റിന്റെ ഇരുസഭകളിലും ഉന്നയിച്ചു. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ചർച്ച ചെയ്യണമെന്ന അംഗങ്ങളുടെ ആവശ്യം രാജ്യസഭാ ഉപാധ്യക്ഷൻ തള്ളി. അതേസമയം ഇരുവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമമെന്ന് ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്നുള്ള BJP ലോക്സഭാംഗം വിജയ് ബാഗേൽ ആരോപിച്ചു. 24 ഡൽഹി, തിരുവനന്തപുരം.